നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിന്റെ പിടിവള്ളിയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ട് ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. അതിനിടെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി നിലനിന്നിരുന്ന കെ കരുണാകരന്റെ മകൾ പാർട്ടി വിട്ടുപോയത് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു എന്നുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തീരുന്നതിന് മുമ്പാണ് അടുത്ത പണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയില്ലെന്ന വിമർശനവുമായി ഷമാ മുഹമ്മദ് പരസ്യമായി രംഗത്തെത്തി. ഇതിനു പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിയോജിപ്പുണ്ടാകുന്നു എന്നാലോചിച്ച് വീർപ്പുമുട്ടുകയാണ് പാർട്ടി നേതൃത്വം. തൽക്കാലം വിമർശനത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കോൺഗ്രസിനെതിരെ ഉയർത്തിയിരിക്കുന്ന ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന മുൻ IAC വക്താവ് ഷമാ മുഹമ്മദിനെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മറുവശത്ത് പ്രതിപക്ഷ നേതാവ് അവരുടെ വിമർശനത്തെ അംഗീകരിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. എന്നുവെച്ചാൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായം. വിമർശനത്തെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചവരോട് തന്നെ ചോദിച്ചാൽ മതി എന്നതാണ് കെ സുധാകരൻ പറയുന്നത്. അവർ പാർട്ടിയുടെ ആരുമല്ലാത്തവർ ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടി പറയുക അല്ല തങ്ങളുടെ ജോലി എന്ന രീതിയിലായിരുന്നു കെ സുധാകരന്റെ മറുപടി. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് കൂടുതൽ സീറ്റ് നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സീറ്റ് നൽകാത്തതിൽ കുറ്റബോധമുണ്ട് എന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് ഷമാ മുഹമ്മദ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികരണമെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. 50% സ്ത്രീ പ്രാതിനിധ്യം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെന്നും കഴിഞ്ഞ തവണ 2 വനിതകൾ മാത്രമാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നതെന്നും ഇത്തവണ 1 മാത്രമായി കുറഞ്ഞുവെന്നുമായിരുന്നു ഷമ പറഞ്ഞത്. പാലക്കാട് നിന്നുള്ള MLAയാണ് വടകരയിലെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും തൊട്ടടുത്തുള്ള ന്യൂനപക്ഷക്കാരെ പരിഗണിക്കാതെയാണ് ഇങ്ങനെയൊരു നിലപാടെന്നും ഷമ കുറ്റപ്പെടുത്തിയിരുന്നു. മാഹിയിലും തലശ്ശേരിയിലും തനിക്ക് ഏറെ കുടുംബ ബന്ധങ്ങളുണ്ട് എന്നും അവർ ഓർമ്മിപ്പിച്ചു. വടകരയിൽ ഷാഫി പറമ്പിലാണ് കോൺഗ്രസിനായി മത്സരിക്കുന്നത്. KK ശൈലജ ടീച്ചറാണ് LDFന്റെ സ്ഥാനാർത്ഥി. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. പാർട്ടിക്ക് നേരെ ഉയരുന്ന ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇനി ആര് വാഴും ആര് വീഴും എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.